ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി ആരാണ്? അമ്മയോ, അച്ഛനോ, ഹസ്ബൻഡോ, അല്ലെങ്കിൽ വൈഫോ, അല്ലെങ്കിൽ സുഹൃത്തുക്കളോ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ? അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ പേര് മനസ്സിൽ വന്നിട്ടുണ്ടാകും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ആ പട്ടികയിൽ പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ ഉൾപ്പെടുത്താറില്ല. മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന നമ്മൾ സ്വന്തം മനസ്സിന് വേണ്ടി ഒരു നിമിഷം പോലും മാറ്റിവെക്കാറില്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കാത്തത്? അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തു വരാം? 1. നമ്മൾ ഇന്നും താരതമ്യം ചെയ്യുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ എല്ലാവരും സന്തോഷത്തിലാണെന്ന് തോന്നും. ആരുടെയോ പുതിയ വീട്, വിദേശയാത്ര, വലിയ വലിയ വിജയങ്ങൾ, ബർത്ത്ഡേ ആഘോഷങ്ങൾ. അപ്പോൾ നമ്മൾ അറിയാതെ ചിന്തിക്കും, എൻ്റെ ജീവിതം മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയാണ്? പക്ഷേ ഓർക്കുക, നിങ്ങൾ കാണുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ്. അവരുടെ കണ്ണുനീരും പോരാട്ടങ്ങളും പരാജയങ്ങളും നിങ്ങൾ കാണുന്നില്ല. താരതമ്യം ചെയ്യുന്നത് നമ്മുടെ സന്തോഷം മോഷ്ടിക്കുന്ന ഏറ്റവും വലിയ കള്ളനാണ്. 2. നമ്മൾ നമ്മളുടെ തെറ്റുകൾ മാത്രം ഓർത്തിരിക്കുന്നു. ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ പോലും നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തും. എനിക്കൊന്നും ശരിയായി ചെയ്യാൻ കഴിയില്ല, ഞാൻ മതിയാകുന്നില്ല. ഈ വാക്കുകൾ നിങ്ങൾ എത്ര തവണ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്? ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് ഒരു തെറ്റ് ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമോ? പോട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളോട് മാത്രം ഇത്ര കഠിനമായി പെരുമാറുന്നത്? 3. മറ്റുള്ളവരുടെ അംഗീകാരം തേടുന്നു. പലർക്കും സ്വന്തം സന്തോഷത്തേക്കാൾ പ്രധാനമാണ് മറ്റുള്ളവർ എന്തു പറയുമെന്നത്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്വയം മനസ്സിനെ നമ്മൾ വെറുക്കുന്നു. കാരണം നമ്മൾ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളല്ലല്ലോ ചെയ്യുന്നത്. സത്യം എന്തെന്നാൽ ലോകത്തിലെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ സ്വന്തം മനസ്സിനെ സമാധാനിപ്പിക്കാൻ ഓരോരുത്തർക്കും കഴിയും. 4. നമ്മൾ നമ്മുടെ നല്ല വശങ്ങൾ കാണുന്നില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് എന്താണ്? നമ്മളുടെ കുറവുകൾ. പക്ഷെ ഒരിക്കലെങ്കിലും നിങ്ങളുടെ നല്ല മനസ്സ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഒരാളെ സഹായിച്ച നിമിഷങ്ങൾ ഓർത്തിട്ടുണ്ടോ? നിങ്ങൾ ചിരിച്ച നിമിഷങ്ങൾ ഓർത്തിട്ടുണ്ടോ? ആരെങ്കിലും കരയുമ്പോൾ നിങ്ങൾ ആശ്വസിപ്പിച്ച നിമിഷങ്ങൾ ഓർത്തിട്ടുണ്ടോ? നിങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യം മുഖത്തിലല്ല, ഹൃദയത്തിലാണ്. 5. സ്വയം സ്നേഹിക്കുക എന്നത് സ്വാർത്ഥതയല്ല. പലരും കരുതുന്നത് സ്വയം സ്നേഹിക്കുന്നത് സ്വാർത്ഥതയാണെന്നാണ്. അല്ല, സ്വയം സ്നേഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരെ ആരോഗ്യകരമായി സ്നേഹിക്കാൻ കഴിയൂ. ഒരു ഒഴിഞ്ഞ പാത്രത്തിൽ നിന്ന് വെള്ളം കൊടുക്കാൻ കഴിയില്ലല്ലോ. അതുപോലെ സ്വന്തം മനസ്സ് തകർന്നിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം നൽകാനും പ്രയാസമാണ്. അപ്പോൾ നമ്മൾ നമ്മൾക്ക് വേണ്ടി ഇന്ന് മുതൽ ചെയ്യാവുന്ന 3 കാര്യങ്ങൾ. 1. കണ്ണാടിയിൽ നോക്കി ദിവസവും ഒരു നല്ല കാര്യം നിങ്ങളെക്കുറിച്ച് പറയുക. 2. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് കുറയ്ക്കുക. 3. ഒരു തെറ്റ് സംഭവിച്ചാൽ ഞാൻ പഠിക്കുകയാണെന്ന് സ്വയം പറയുക. ചെറിയ മാറ്റങ്ങളാണ് വലിയ ജീവിതം സൃഷ്ടിക്കുന്നത്. ഓർക്കുക, നിങ്ങൾ പൂർണ്ണനാകേണ്ടതില്ല സ്നേഹിക്കപ്പെടാൻ. നിങ്ങൾക്ക് കുറവുകൾ ഉണ്ടാകാം, പരാജയങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ അതൊന്നും നിങ്ങളുടെ മൂല്യം കുറയ്ക്കുന്നില്ല. ഇന്ന് ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് നിങ്ങളോട് തന്നെ പറയൂ. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, കാരണം ഞാൻ വിലപ്പെട്ട ഒരാളാണ്. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ബന്ധം നിങ്ങളും തമ്മിലുള്ള ബന്ധമാണ്. നന്ദി.